താങ്കൾ എവിടെ പോവാണ്? ഞങ്ങൾ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂര്. ഞാനാ? നമ്മളെവിടെ പോന്നേ? ഖത്തറില്ല, ട്രെയിനില്ല, പുതിയ സർവീസാന്നോ? രാവിലെ എവിടുന്നാ? രാവിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് വരെ ഒരു യാത്രയാണ്. കറക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രെയിൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ്. ഒരു യാത്ര പോവുകയാണ്. കൊല്ലത്ത് നിന്നും കോഴിക്കോടേക്കാണ് യാത്ര പോകുന്നത്. ഫാമിലിയുമായിട്ടുള്ളൊരു യാത്രയാണ്. മാത്രമല്ല ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളം ആയി കാണും. 8 വർഷത്തിന് ശേഷമുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. അതിൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ പ്രധാന സന്ദർശന സ്ഥലം എന്ന് പറയുന്നത് മമ്പുറം മക്കാമും CM മടവൂർ മക്കാമുമാണ് നമുക്ക് പ്രധാന സന്ദർശന സ്ഥലം. പിന്നീട് കുറേ നാളുകൊണ്ടേ ആഗ്രഹിക്കുന്ന കോഴിക്കോട് മിഠായി തെരുവൊന്ന് കാണണം, അവിടുത്തെ കാഴ്ചകളൊന്ന് കാണണം. ഇതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും കാണിക്കാൻ പോകുന്നത്. ഞങ്ങളിത് 2 ദിവസത്തേക്കുള്ള യാത്രയായിട്ടാണ് എടുത്തത്. കൊല്ലത്തുള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ യാത്ര പോയിട്ട് വരാൻ പറ്റിയ ഒരു ടൈമും ആ ഒരു ട്രാവലിങ്ങിൻ്റെ രീതിയും എങ്ങനെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ, ഉപകാരമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രെയിനെല്ലാം കൃത്യസമയമായതുകൊണ്ട് എറണാകുളമൊക്കെ കഴിച്ചിട്ടുണ്ട്. എവിടെയാണെന്നൊക്കെ ഒരു പിടുത്തമില്ല. അപ്പം 6:50 ട്രെയിന് 10:10 ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ട്രെയിനകത്തിരിക്കും. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരൂർ സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. കോഴിക്കോട് വരെയാണ് ആവശ്യമുള്ളതെങ്കിൽ കോഴിക്കോട് ഇറങ്ങുക. നമ്മളിങ്ങനെ ഈ മക്കാം സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ടാണ് തിരൂർ ഇറങ്ങിയിട്ട് നമുക്ക് എളുപ്പത്തിന് അതുവഴി ഒരു കറങ്ങി വരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ടിക്കറ്റ് സെലക്ട് ചെയ്തത്. കൊല്ലത്ത് നിന്നും 6:50, അതായത് രാവിലെ 6:50 ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ ടിക്കറ്റാണ് നമുക്ക് എടുത്തത്. 180 റുപ്പീസാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് പെർ പേഴ്സൺ. ട്രെയിൻ ഡിലേ ഒന്നുമില്ല, കൃത്യസമയത്ത് തന്നെയാണ് നമുക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 6:50 തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വേറെ ഡിലേ ഒന്നുമില്ല. നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുത്തത്. നമ്മൾ 12:15 കൂടി തന്നെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അങ്ങോട്ടത്തേക്ക്. ഇപ്പോൾ സമയം 12:20. ഇരുന്ന് വെട്ടുന്നതേ ഉള്ളല്ലോ, ഇത് കറക്റ്റായിട്ട് കാണുന്നില്ലല്ലോ. ഇത് എന്തായിരുന്നാ?
തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ്സിൽ കയറിയിട്ട് മമ്പുറത്തേക്ക് പോവാണ്. ബസ് സ്റ്റാൻഡിലേക്ക് പോവാം ഇവിടുന്ന്. പിന്നെ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്. തിരൂരിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് ചെമ്മാട് എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടത്തേക്ക് ടിക്കറ്റ് ചാർജ് ഏകദേശം ഒരു പെർ പേഴ്സൺ 60 to 70 ആ ഒരു റേഞ്ചിലാണെന്നും കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു റേഞ്ചാണ് വരുന്നത് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ചെമ്മാട് ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ ഒരു 30, ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ 30-35 രൂപയുടെ ഓട്ടോ ചാർജാണ് വരുന്നത്. അതിന് ഇവിടുത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ട് പലരും പല റേറ്റാണ് മേടിക്കുന്നത്. ഞങ്ങൾ 2 ഓട്ടോ ആയിട്ട് പോയത്, ഒരു ഓട്ടോയിൽ നിന്ന് 35, ഒരു ഓട്ടോയിൽ നിന്ന് 40, ആ രീതിയിലൊക്കെയാണ് ഇവിടുന്ന് ഓട്ടോ ചാർജ് ഇവരെല്ലാം ഈടാക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഒരാൾ ചോദിച്ചപ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഓട്ടോ എന്ന് വിളിക്കാതെ നടന്നാണ് ആദ്യമേ പോയത്. അങ്ങ് നടന്നാണ് പോയത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ ഇത് മക്കാമിൻ്റെ ഏരിയ ആണ്. തിരിച്ച് എത്ര ദൂരം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഓട്ടോയിലാണ് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചു വന്നത്. അപ്പോഴത്തേക്കുള്ള ചാർജാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പലരും പല ചാർജാണ് മേടിക്കുന്നത്. നമ്മൾ ഏത് മക്കാമിലാണ് വന്നത്? അങ്ങനെ നമ്മൾ മമ്പുറം മക്കാമിൽ വന്നിട്ട് സിയാറത്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. അത് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി 2 ബോട്ടിൽ വെള്ളം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ബാക്കിയുള്ളവരൊക്കെ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. നീ ഒന്ന് തുടക്കമിട്. നീ ആ കരച്ചിൽ നിന്ന് തുടക്കമിടാവോ? ഒരു കാരണവശാലും അമ്മമാരിവിടെ നിർത്തരുത്. ആർക്കറിയാം? അങ്ങനെ ഞങ്ങൾ മമ്പുറം മക്കാമക്ക സന്ദർശനത്തിന് ശേഷം നേരെ ഒരു ഈവനിങ്ങോട് കൂടി കോഴിക്കോടേക്ക് പോയി. കോഴിക്കോട് CM മടവൂർ മക്കാമിലേക്കാണ് പോയത്. അവിടെ ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്തു. ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ്. ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേന്നൊരു രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കോഴിക്കോടേക്ക് വന്നു. കോഴിക്കോട് വന്ന് ഇത് മിഠായിത്തെരുവിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അന്ന് രാത്രി ഞങ്ങൾക്ക് രാത്രി 11:30ക്കാണ് ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്ലീപ്പർ ടിക്കറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതിൻ്റെ സ്ലീപ്പർ ചാർജ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 480 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഇവന്തോ കഴിക്കുന്നേ? എവിടുന്ന്? കൈ പിടിച്ചോ. വാശി പിടിച്ചു.
ഷംനാൻ ടീം എന്ത് അവരോടെ പോയി ടോപ്പിൽ രണ്ട് ടോപ്പിൽ അവര് പോട്ടെ, നമുക്ക് കറങ്ങി വരാം. നമ്മൾ ഇതിലെ കൂടെ കറങ്ങി വരാം. പിള്ളേർ അവിടെ അവിടെ നിൽക്കും. അവർ മേടിക്കുന്ന മേടിക്കും. ഞാൻ ഇപ്പം പറഞ്ഞില്ലേ എനിക്ക് ഇതെന്താ ചെറിയ വെറ്റകൾ മടക്കി വെച്ചേക്കുന്നത്. ഇവിടെ വെറ്റ കിട്ടുന്ന ഇതെന്താ അമ്പലത്തിലേക്കാ? അമ്പലത്തിലേക്ക് എന്താണ്? അമ്പലത്തിലേക്ക് ഷർട്ടുകൾ കിടക്കുന്നല്ലേ? കുട്ടിയാണോ? ഇങ്ങോട്ടുണ്ടോ? എന്താ വരുന്നത്? മണ്ണ് കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കി കരകൗശല വസ്തുക്കൾ. എവിടെയാ ലൈവ് ലൊക്കേഷൻ ഇടാൻ പറ, നമുക്ക് അങ്ങോട്ട് പോകാം. ആ എനിക്കറിയാം. CD-SS CD-100 അത് കാലിബർ ഹീറോ ഉണ്ട്. CD-100 CD-100 അത് നല്ലതാണ്. ആ CD-100 കഴിഞ്ഞിട്ടാണ് ദേശാഭിമാനി. നീയൊന്നുമില്ല, നീയെ കളായി പോയി. അങ്ങനെ കുറേ നേരം മിഠായി തെരുവിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അത് നല്ല ഉച്ച സമയത്താണ് പോയത്. അത്യാവശ്യം നല്ല വെയിലുള്ള സമയമാണ്. ഒരു 2:30
3 ആ ഒരു ടൈമായി കാണും. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തിയത്. അപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. കൊള്ളാമോടാ? എരിയുണ്ടോ? എരിവില്ല, ഉപ്പുണ്ട്. കാര്യം പറയണ്ട, കാര്യമുണ്ട്. കാര്യം കുഴപ്പമില്ല, എന്നാലും നിന്നുപോയി. കഴിക്കാൻ പോടാ, എല്ലാം അഴിച്ചു പറിക്കണ, എല്ലാം കഴിഞ്ഞാ അഴിച്ചു പറിക്കൊണ്ട് പോവാടാ. എടാ അങ്ങോട്ട് പോയല്ല, ഇങ്ങോട്ട് വന്നില്ല, അതൊക്കെ ഇളക്കി എടുക്കുന്നു. ചരിഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ടെങ്ങാണ്ട് വന്ന ഇച്ചേ വെന്തതാ? വെന്തതൊന്നും എനിക്ക് വേണ്ട. ആ അത് കുഴപ്പമില്ല, നല്ല മണലല്ലേ, പൊടിക്കാറ്റല്ലേ. കടിക്കാത്. ആ ബീച്ചിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. കുറച്ച് സമയം നല്ല അത്യാവശ്യം സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. പോകുന്ന വഴിക്ക് റഹ്മത്ത് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. രാത്രി 10:30 ആ ടൈമിലാണ് ഞങ്ങൾക്ക് ട്രെയിൻ പോയത്. റെയിൽവേ സ്റ്റേഷനിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ അതിനെല്ലാം സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിലുണ്ട്. പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും ആയില്ല. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് അവിടെ കുറച്ച് നേരം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്തു. ട്രെയിൻ നമുക്ക് 1 മണിക്കൂറോളം ട്രെയിൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീണ്ടും. അപ്പം എന്തായാലും നമ്മളങ്ങനെ മലപ്പുറം കോഴിക്കോട് യാത്ര കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. 10:40-നാണ് ട്രെയിൻ വരുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നല്ല മഴക്കോളുണ്ട്, മഴ പൊടിയുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ കണ്ട ഫ്രണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 9:20 ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് സമയമുണ്ട്. കുറച്ച് സമയമൊക്കെ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ച്. മംഗലാപുരത്ത് നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് 20 മിനിറ്റ് വഴി ഓടിക്കൊണ്ടിരിക്കുന്നു. 27 മിനിറ്റുകളുടെ പ്ലാറ്റ്ഫോം നമ്പർ 2, 3 ഇങ്ങോട്ട് ലിഫ്റ്റൊക്കെ ഉണ്ട്. 2 താഴോട്ട്, 3 താഴോട്ട്, 1 അങ്ങേ അറ്റത്ത്. കൂടെ വന്നവരൊക്കെ കയ്യിലേക്ക് കൊടുത്തുണ്ടായിരുന്നത്. പിള്ളേരൊക്കെ ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 കൊല്ലത്തേക്കുള്ളത്. പ്ലാറ്റ്ഫോം 1-ലാണ് ട്രെയിൻ വരുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എസ്കലേറ്റർ ഒക്കെ ഉണ്ട്.
പിടിച്ചോ, കയ്യിൽ പിടിച്ചോ. ചാടിക്കോ. അയ്യോ, വല്ലാത്തൊരു ചാടക്കമെന്നല്ലേ ഇത്. ചാടിയതാ, വല്ലാത്തൊരു ചാടക്കം ഇത്. അങ്ങനെ ട്രെയിനൊക്കെ ഒരു രാത്രി 11:45 കൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ട്രെയിനിൽ കയറി. സ്ലീപ്പർ ക്ലാസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കണക്ക് ഉറങ്ങാൻ പറ്റി. രാവിലെ ആയപ്പോഴത്തേക്ക് തന്നെ ഉള്ള കാഴ്ചയാണിത്. ടൈം കറക്റ്റ് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് അലാം വെച്ച് എണീച്ചതാണ്. പിന്നീട് കുറച്ചുകൂടെ വൈകിട്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഏകദേശം ഒരു 7 മണി 7:30 ആ ഒരു ടൈമിലാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. കൈ കൊണ്ടെടുത്ത് വയ്ക്കണം. ഇത്രയും വലിയ ട്രെയിനായിരുന്നു. കണ്ണില് നല്ല ഉറക്കമേ. കുഴപ്പമില്ലായിരുന്നു ഉറക്കമല്ലേ. ഫൈനലി ഞങ്ങളങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഞങ്ങൾ 3 പേര് ബൈക്കിലാണ് വന്നത്. 3 ബൈക്കിലായിട്ടാണ് വന്നത്. അപ്പോൾ ബൈക്ക് പാർക്കിങ്ങിൽ പെയ്ഡ് പാർക്കിംഗ് ആയിരുന്നു. പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇനി അതെടുത്ത് വീട്ടിലേക്ക് പോകണം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഒരു മികച്ച ഒരു റെയിൽവേ സ്റ്റേഷനാക്കി തീർക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ പ്ലാറ്റ്ഫോമാണ്. നീളം കൂടിയ പ്ലാറ്റ്ഫോമിൽ 3ാം സ്ഥാനത്താണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അങ്ങനെ ഒരു റെക്കോർഡ് കൂടി കൊല്ലം റെയിൽവേ സ്റ്റേഷനുള്ളത്.